ഹലോ ഗായ്സ്, അപ്പോൾ ഇതിന് അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കാലത്ത് ഉണ്ടാക്കിയ ബാക്കി ഭൂരിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് ഒരു അടിപൊളിയായിട്ട് ഒരു ചായക്കടി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇതിന് ഞാനൊരു കുഞ്ഞ് സബോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി മതിയാവും, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, കിടുക്കാച്ചയായിട്ടാണ്. അപ്പോൾ വൈകിട്ട് ചായക്കൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഭൂരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച സവോളയും തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് ഒരു നുള്ള് ഉപ്പും, ഒരു നുള്ള് മുളക് പൊടി, ഒരു നുള്ള് മല്ലിപ്പൊടി, ഒരു നുള്ള് പട്ട, ഗ്രാമ്പ്, ഏലക്കയുടെ പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു നുള്ള് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് സബോളയും ഇതൊന്ന് കുക്കായി വന്നാൽ മതിയാവും. ഇനി ഒരു നുള്ള് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഭൂരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.